ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ RRBJയുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അവിടെ പബ്ലിഷ് ആയിട്ടുണ്ട്. CN നമ്പർ 4/2026 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ തൊട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം വാക്കൻസിയുടെ കേസിൽ ചെറിയൊരു അവിടെ കുറവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കവിടെ നോക്കാം. 4098 വേക്കൻസി മറ്റാണ് നമ്മൾ ഇൻഡിക്കേറ്റീവ് നോട്ടീസിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് 3993 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് 14/8 നാളെ തൊട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മാസം 13-ാം തീയതി വരെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഫീ 15-ാം തീയതി വരെ അപ്ലൈ അടക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു മോഡിഫിക്കേഷൻ വിൻഡോ ഉണ്ട് 16-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്താ പറയണ്ടേ, പോസ്റ്റ് പ്രിഫറൻസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത കാര്യങ്ങളും അത് കൂടാണ്ട് ചൂസ് ആൻ RRBയും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മാറ്റാം. പക്ഷെ അതിന് എക്സ്ട്രാ ഒരു എമൗണ്ട് നിങ്ങളോട് കൊടുക്കേണ്ടി വരും. ഓക്കെ, വേരിയസ് പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ ആൻഡ് DMS. അപ്പോൾ CMA വന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതാണ് അവിടെ വേക്കൻസിയിൽ കുറവ് വന്നിരിക്കുന്നത്. ലെവൽ 6 ആണ്, 35,400 ഇനീഷ്യൽ പേ, 18-33 ഏജ് ലിമിറ്റ്, 3993. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് തിരുവനന്തപുരത്ത് ചെന്നൈയിലൊക്കെ എത്ര എത്ര വേക്കൻസീസ് ഉണ്ട് എന്നില്ലാരും നമുക്ക് അവിടെ നോക്കാം. അതുകൂടാണ്ട് ഇലക്ട്രിക്കലുകാർക്ക് എന്തൊക്കെ അപ്ലൈ വേണ്ടി പറ്റും, അതേപോലെ ഇലക്ട്രോണിക്സുകാർക്ക് എന്തൊക്കെ അപ്ലൈ വേണ്ടി പറ്റും എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മളോട് എന്തായാലും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൽ A3 സ്റ്റാൻഡേർഡ് എന്താണ്, B1 സ്റ്റാൻഡേർഡ് എന്താണ്, അതേപോലെ C1 സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, വിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, A3 ആകുമ്പോൾ 6/9 6/9 വിത്ത് ഓർ വിത്തൗട്ട് ക്ലാസ് രീതിയിലാണ്. അതേപോലെ B1 ആകുമ്പോൾ 6/9 6/12 വിത്ത് ഓർ വിത്തൗട്ട് ക്ലാസ്. അതേപോലെ C1 ആണെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ 6/12 6/18 വിത്ത് ഓർ വിത്തൗട്ട് ക്ലാസ്. അതിൽ ഓരോ പോസ്റ്റിനും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 18 തൊട്ട് 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ വേണ്ടി പറ്റും. ഓക്കെ, ലോവർ ഏജ് ലിമിറ്റ് വരുന്നത് 2009 ആണ്. അപ്പർ ഏജ് ലിമിറ്റ് UR അല്ലെങ്കിൽ EWS കേസിൽ 94, 2/1/94 ശേഷവും. OBC അനുസരിച്ചാണ് 2/1/91 ശേഷവും. SC/ST ആണ് 2/1/1989 ശേഷം ജനിച്ചവർക്കായിരിക്കും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതായത് OBC SC/ST PWD കാൻഡിഡേറ്റ്സിന് 3, 5, 10 വർഷം ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. പിന്നെ അവിടെ ഫീയുടെ കാര്യം പറഞ്ഞു, 500 രൂപയാണ് വരുന്നുണ്ടാവുക. എല്ലാവരും 500 രൂപ വെച്ച് അടയ്ക്കേണ്ടി വരും. പിന്നെ നമ്മളവിടെ എന്തുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 400 രൂപയൊക്കെ നിങ്ങൾക്ക് അവിടെ റീഫണ്ട് ആയിട്ട് കിട്ടുന്നില്ല ഫസ്റ്റ് സ്റ്റേജ് നിങ്ങളായിട്ട് അവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ SC/ST EWS സോറി SC/ST എക്സ് സർവീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ 250 അപ്ലൈ ചെയ്യുമ്പോൾ അടച്ചാൽ മതി. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 250 രൂപ നിങ്ങൾക്ക് അവിടെ റീഫണ്ട് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്കവിടെ സിലബസിന്റെ കാര്യം, സിലബസിലൊന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. സിലബസ് ഒക്കെ നമ്മൾ മുന്നത്തെ പോലെ തന്നെയാണ് സിലബസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. മാത്സിന് 30 മാർക്ക്, അതേപോലെ ജനറൽ ഇന്റലിജൻസ് റീസണിങ്ങിന് 25, ജനറൽ അവയർനെസ് 15, ജനറൽ സയൻസ് 30. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്കാണ്, 90 മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ 1/3 മാർക്ക് നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഡീറ്റെയിൽഡ് സിലബസ് ഇതാണ്. മാത്സിന്റെ, റീസണിങ്ങിന്റെ, ജനറൽ അവയർനെസിന്റെ, ജനറൽ സയൻസിന്റെ. ഓക്കെ, ജനറൽ അവയർനെസ് ആണ് വെയിറ്റേജ് കുറവ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ മാത്സിനും റീസണിങ്ങിനും ജനറൽ സയൻസിനും കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ജനറൽ അവയർനെസിന് വെയിറ്റേജ് കൊടുക്കുന്ന രീതിയിൽ പഠിക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് വരുന്നുണ്ടാവാം. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിന്റെ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർക്ക് സെക്കൻഡ് സ്റ്റേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അവിടെ ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് പൊല്യൂഷൻ കൺട്രോൾ, പിന്നെ നമ്മളെ ടെക്നിക്കലി 150 മാർക്സ് ആണ് ഉണ്ടാവുക. 120 മിനിറ്റ്സ് ആണ് എക്സാം ഡ്യൂറേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഇലക്ട്രിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അവിടെ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ RRBയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അധികം മുന്നേ വെച്ചാൽ കുറെ RRBയുടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഒറ്റ RRBയുടെ വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ. സെൻട്രലൈസ്ഡ് ആയിട്ടാണ് അല്ലെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് RRBapply.gov.in എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു RRB ചൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ,
പിന്നെ അത് കറസ്പോണ്ടിങ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്കവിടെ നോക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്ത് ചെന്നൈ ആയിരിക്കും അല്ലെ? ചെന്നൈ ബാംഗ്ലൂർ ആയിരിക്കും. അപ്പൊ ബാംഗ്ലൂര് നമുക്കവിടെ നോക്കാം. ബാംഗ്ലൂരു ആകുമ്പോൾ മൊത്തത്തില് അൺറിസർവ്ഡിന്റെ കേസിൽ 119 കേട്ടോ മൊത്തം. ടോട്ടലി 298. അൺറിസർവ്ഡ് കേസിൽ 119. മൊത്തത്തിൽ 298 പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ ആർക്ക് എത്രയുണ്ട്, അതേപോലെ സിവിൽ ആർക്ക് എത്രയുണ്ട്, സോറി ബാക്കിയുള്ള എത്ര ഉണ്ടെന്നില്ലാരും നമുക്കവിടെ ഓരോ RRB എത്രയാണെന്നില്ലാരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, ചെന്നൈയിലാണെന്നുണ്ടെങ്കിൽ 145 അൺറിസർവ്ഡ്. ടോട്ടൽ 362 വന്നിട്ടുള്ളത്. അതേപോലെ ജമ്മു ആൻഡ് ശ്രീനഗർ, അതേപോലെ നമുക്ക് ഇനിയിപ്പോ ട്രിവാൻഡ്രത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, തിരുവനന്തപുരത്ത് അൺറിസർവ്ഡ് 45, ടോട്ടൽ 101 ഉള്ളത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പൊ ഇതിന്റെ നമുക്ക് ഓരോരോ സോണിൽ എത്ര എത്ര പേർക്ക് ഇലക്ട്രിക്കൽ ആർക്ക് എത്ര അപ്ലൈ പറ്റുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ നമുക്കവിടെ ചെയ്യാം. ഇനി കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.